പോവാം, പ്രോബ്ലത്തിലേക്ക് പോവാം. പെറ്റി ക്യാഷ് ബുക്കിന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് പെറ്റി ക്യാഷ് ബുക്ക് എങ്ങനെ ചെയ്യാം. പെറ്റി ക്യാഷ് ബുക്കിൽ വേണ്ടത് ഇത്രയും കോളംസ് ആണ് കേട്ടോ, ഇത്രയും കോളംസ് ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡേറ്റ് കോളം, ഡേറ്റ് കോളം, റെസിപ്റ്റ് കോളം, റെസിപ്റ്റ് കോളം, റെസിപ്റ്റ് കോളം, പേയ്മെന്റ് കോളം, പേയ്മെന്റ് കോളം. ഓക്കെ, ഇത്രയും കോളങ്ങൾ വേണം, ഇത്രയും കോളങ്ങൾ വേണം. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് റൂളെ പെറ്റി ക്യാഷ് ബുക്ക് വിത്ത് കോളംസ് പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി, ട്രാവലിംഗ് എക്സ്പെൻസ്, ക്യാരിയേജ്, ഓഫീസ് എക്സ്പെൻസ്. ഓക്കെ, ഈ 4 കോളങ്ങൾ കൂടി വേണം. അതായത് ആ 4 കാറ്റഗറീസിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഒന്നാമത്തത് പോസ്റ്റേജ് ആൻഡ് ടെലിഫോൺ, പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി. രണ്ടാമത്തത് ട്രാവലിംഗ് എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്. മൂന്നാമത്തത് ക്യാരിയേജ്, ക്യാരിയേജ്. നാലാമത്തത് എന്താണ്? ഓഫീസ് എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്. ഓക്കെ, ഇത്രയും കോളംസ് വേണം. നമുക്ക് വരയ്ക്കാൻ പോലെ, നമ്മൾ ഒരുമിച്ച് വരയ്ക്കാൻ പോലെ, ഒരുമിച്ച് വരയ്ക്കാൻ പോലെ, ഒരുമിച്ച് വരയ്ക്കാൻ പോലെ. ആർ യു റെഡി? ആ, ഓക്കെ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വരയ്ക്കാൻ പോകണം. ഇത്രയും കോളംസ് വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ നാല് എക്സ്പെൻസുകളെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. ആൻഡ് ഓൾസോ ഇംപ്രസ്ഡ് സിസ്റ്റത്തിൽ 6500 അതിന് കിട്ടാവുന്ന, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ വരാവുന്ന ഏറ്റവും മാക്സിമം എമൗണ്ട്, പെറ്റി ക്യാഷ് ബുക്കിൽ വരാവുന്ന ഏറ്റവും മാക്സിമം എമൗണ്ട്. അറിയോ? ഓക്കെ, ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലേഴ്സ് കൂടി വേണേ, ഒരു പർട്ടിക്കുലേഴ്സ് കൂടി വേണേ, ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലേഴ്സ് കോളം കൂടി വേണം. ഓക്കെ, അത് നിങ്ങൾ ഇടണം. എൻ്റെ കയ്യിൽ ഇനി ഇടാൻ സ്ഥലമില്ല കേട്ടോ. അപ്പോ ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? വരച്ചോ? വരച്ചു കഴിഞ്ഞു. ഇന ജോയിലെ, വിഷ്ണു, ആയിഷ, അനിറ്റ, ടൈനി ഹണ്ടറെ വരച്ചു കഴിഞ്ഞോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ തൽക്കാലം എൻ്റെ ഡേറ്റ് എഴുതുന്നില്ല, പർട്ടിക്കുലേഴ്സ് എഴുതുന്നുള്ളൂ. നിങ്ങൾ ഡേറ്റ് കൂടി എഴുതണം, നിങ്ങൾ ഡേറ്റ് കൂടി എഴുതണം. ബുക്ക് ഈസ് കെപ്റ്റ് ഓൺ ഇംപ്രസ് സിസ്റ്റം. 6500 ഇംപ്രസ് സിസ്റ്റത്തിലെ ഏറ്റവും മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പെറ്റി ക്യാഷ് ഇൻ ഹാൻഡ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഓപ്പണിംഗ് ബാലൻസ് ആണ് പെറ്റി ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്പണിംഗ് ബാലൻസ്. നിങ്ങൾ ഡേറ്റ് ഇടണം, നിങ്ങൾ ഡേറ്റ് ഇടണം, അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ്? 266 ആണ് ഓപ്പണിംഗ് ബാലൻസ്. 266 ആണ് ഓപ്പണിംഗ് ബാലൻസ്. 266 is the opening balance. Are you okay? Okay അല്ലേ? ഇനി റിസീവ്ഡ് ക്യാഷ് മേക്കപ്പ് ഇംപ്രസ്ഡ് എമൗണ്ട്, അതായത് 6500 എത്താൻ വേണ്ടി ഇംപ്രസ്ഡ് എമൗണ്ട് ക്യാഷ് കിട്ടി. അതായത് 6500 വരെയാണ് നമ്മളുടെ പെറ്റി ക്യാഷ് ബുക്ക് പോവുള്ളൂ. 266 ഇപ്പൊ ഉണ്ട്. ഇനി ആ 266 കഴിച്ചിട്ടുള്ള 6500 വേണ്ട എമൗണ്ട് കിട്ടി. അപ്പോ എത്ര കിട്ടി? ഫ്രം ദ മെയിൻ ക്യാഷ്, മെയിൻ ക്യാഷിൽ നിന്നാണ് പെറ്റി ക്യാഷിലേക്ക് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്, പെറ്റി ക്യാഷിലേക്ക് എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം എത്രയാണ് കിട്ടുന്നത് നോക്കാം. 6500 മൈനസ് 266, 266 എത്ര കിട്ടി? 6234 കിട്ടി. ക്യാഷ് 6234 കിട്ടി. അപ്പൊ 6500 ആയില്ലേ? 6234 കിട്ടി. 266 രൂപ ഇവിടെ ഉണ്ടായിരുന്നു. 6500 രൂപയായില്ലേ? ആയില്ലേ? ആയില്ലേ? ഓക്കെ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് ബോട്ട് സ്റ്റാമ്പ്, സ്റ്റാമ്പ് വാങ്ങി, സ്റ്റാമ്പ് വാങ്ങി, സ്റ്റാമ്പ് വാങ്ങി, സ്റ്റാമ്പ്. നിങ്ങൾ ഡേറ്റ് എഴുതണം,
4-ാം തീയതി 4th Jan സ്റ്റാമ്പ് വാങ്ങി 525 പേയ്മെന്റിൽ എത്ര എഴുതണം? 525 എന്ന് എഴുതണം. ഓക്കെ, സ്റ്റാമ്പ് എന്താണ്? പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറിയിൽ വരുന്ന എക്സ്പെൻസ് ആണ് അല്ലെ? പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറിയിൽ വരുന്ന എക്സ്പെൻസ് ആണ്. അപ്പോ സ്റ്റാമ്പ് വാങ്ങിയത് നമുക്ക് എവിടെ ക്ലാസിഫൈ ചെയ്യാം? പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അടുത്തത് പെയ്ഡ് ബസ് ഫെയർ. പെയ്ഡ് ബസ് ഫെയർ. ബസ് ഫെയർ. ബസ് ഫെയർ. ബസ് ഫെയർ എത്രയാണ്? 42 രൂപയാണ്. പേയ്മെന്റ് ആണ്. പേയ്മെന്റിൽ എഴുതി ബസ് ഫെയർ പേ ചെയ്യുന്നത് എന്താണ്? ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് അല്ലെ? ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് അവിടെ എഴുതി. ട്രാവലിംഗ് എക്സ്പെൻസിൽ എഴുതി. ഓക്കെ ഓക്കെ ആണോ? പേയ്മെന്റിൽ എഴുതി. അത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ എവിടെ എഴുതണം? ട്രാവലിംഗ് എക്സ്പെൻസിൽ എഴുതണം. ഓക്കെ, ഇനി പെയ്ഡ് റെയിൽവേ ഫെയർ. റെയിൽവേ ഫെയർ. റെയിൽവേ ഫെയർ എത്രയാണ് എമൗണ്ട്? 2520 ആണ്. പേയ്മെന്റിൽ എഴുതി 2520 പേയ്മെന്റ് ആയി. ട്രാവലിംഗ് തന്നെയാണ് 2520. ഓക്കെ ഓക്കെ. പെയ്ഡ് ടെലിഗ്രാഫ് ചാർജ്. ടെലിഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ടൈപ്പ് ഓഫ് പോസ്റ്റേജ് എക്സ്പെൻസ് ആണ്. ടെലിഗ്രാഫ്. ടെലിഗ്രാഫ്. ടെലിഗ്രാഫ് എത്രയാണ് പേയ്മെന്റ്? പേയ്മെന്റ് എത്രയാ? 437. 437 എവിടെയാണ് വരുന്നത്? പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറിയിലാണ് വരുന്നത്. 437 ക്ലാസിഫൈ ചെയ്തപ്പോൾ പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറിയിൽ വന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് ബോട്ട് ഷോർട്ട് ഹാൻഡ് നോട്ട്ബുക്ക്. ഷോർട്ട് ഹാൻഡ് നോട്ട്ബുക്ക്. നോട്ട്ബുക്ക് വാങ്ങാണ്. നോട്ട്ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേഷനറി ആണ് അല്ലെ? നോട്ട്ബുക്ക് എന്താണ്? സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി ആണ്. എന്തെന്നാ? 66 രൂപ പേയ്മെന്റ് പോയി സ്റ്റേഷനറിയിൽ. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറിയിൽ 66 റുപ്പീസ് എഴുതി. 66 റുപ്പീസ് എഴുതി. ഓക്കെ ഓക്കെ ആണോ? ഇനി എന്താണ്? പെയ്ഡ് ക്യാരിയേജ് ഓൺ സ്മോൾ പാർസൽ. ക്യാരിയേജ്. ക്യാരിയേജ്. ക്യാരിയേജ് എത്രയാണ് എമൗണ്ട്? പേയ്മെന്റ് എത്രയാണ്? 237 ആണ്. 237 ആണ്. ക്യാരേജ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് തന്നെ നമ്മളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കൊണ്ടുവന്ന് എഴുതി. അവിടെ നമ്മൾ കൊണ്ടുവന്ന് എഴുതി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പെയ്ഡ് റിപ്പയർ ടു ടൈപ്പ് റൈറ്റർ. റിപ്പയർ. റിപ്പയർ. റിപ്പയർ എത്രയാണ്? റിപ്പയർ 737. 737. ഓക്കെ, ടൈപ്പ് റൈറ്റർ റിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഓഫീസ് എക്സ്പെൻസുകളാണ്. ഓഫീസ് എക്സ്പെൻസുകളാണ്. 737 ഓഫീസ് എക്സ്പെൻസിൽ ക്ലാസിഫൈ ചെയ്തു. ഓഫീസ് എക്സ്പെൻസിൽ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, പെയ്ഡ് കാർട്ട് ഹയർ. കാർട്ട് ഹയർ. കാളവണ്ടി വിളിച്ചു, അതിന് പൈസ കൊടുത്തു. എത്രയാണ്? 1025. 1025 നമ്മൾ പേയ്മെന്റ് സൈഡിൽ എഴുതി. കാർട്ട് ഹയർ എന്ന് പറയുന്നത് എന്താണ്? ക്യാരിയേജ് ആണ്. 1025 ക്യാരേജിലും എഴുതി. റൈറ്റിംഗ് ഇൻ ക്യാരേജ് ഓൾസോ. ഓക്കെ, ക്ലാസിഫൈ ചെയ്തപ്പോൾ ക്യാരേജിൽ വന്നു. പിന്നെ പെയ്ഡ് ഓഫീസ് ക്ലീനിങ്. ഓഫീസ് ക്ലീനിങ്. ഓഫീസ് ക്ലീനിങ്. ഓഫീസ് ക്ലീനിങ് 500 ആണ്. പേയ്മെന്റിൽ നമ്മൾ 500 എഴുതി. ഓഫീസ് എക്സ്പെൻസ് ആണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓഫീസ് എക്സ്പെൻസ്. 500 ഓഫീസ് എക്സ്പെൻസിൽ എഴുതി. നിങ്ങൾ എല്ലാവരും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? യെസ്, കഴിഞ്ഞു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് കൂട്ടാം. ഇനി താഴെ കൂട്ടാം. ഒരു ലൈൻ വിട്ടിട്ട് നമുക്കൊന്ന് കൂട്ടാം. ഒരു ലൈൻ വിട്ടിട്ട് നമുക്കൊന്ന് കൂട്ടാം. പുറകെ നിന്ന് കൂട്ടി വരാം. പുറകെ നിന്ന് കൂട്ടി വരാം. 500ഉം 737ഉം 1237 എന്തായിട്ടുണ്ട്? ഓഫീസ് എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഓഫീസ് എക്സ്പെൻസ് ആയിട്ടുണ്ട്. 1025ഉം 237ഉം എന്തായിട്ടുണ്ട്? എന്തായിട്ടുണ്ട്? ക്യാരേജ് എക്സ്പെൻസ് ആയിട്ടുണ്ട്. 1262 ആയിട്ടുണ്ട്. ഓക്കെ, 2520ഉം 42ഉം എന്തായിട്ടുണ്ട്? ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ടുണ്ട്. 2562. ഓക്കെ, പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി എത്രയായിട്ടുണ്ട്? 525 പ്ലസ് 437 പ്ലസ് 66. 525 പ്ലസ് 437 പ്ലസ് 66 1028 ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി പേയ്മെന്റ് എത്രയുണ്ടെന്ന് കൂട്ടാം. നമുക്ക് പേയ്മെന്റ് എത്രയുണ്ടെന്ന് കൂട്ടാം. പേയ്മെന്റ് കൂട്ടുന്നതിന് മുന്നേ നമ്മളുടെ റെസിപ്റ്റ് എത്രയുണ്ട്? 6500 ഉണ്ട്. നമ്മുടെ റെസിപ്റ്റ് എത്രയുണ്ട്? 6500 ഉണ്ട് അല്ലെ?
6234 രൂപ ഇവിടുന്ന് കിട്ടിയതും 266 രൂപ കയ്യിൽ ഉണ്ടായിരുന്നതും ഓക്കെ, അത്രയും പൈസ എന്തുണ്ട് നമ്മളുടെ കയ്യിലുണ്ട് 6500. അതിൽ എത്ര 6500 തന്നെ ക്ലോസിംഗും വരണം. എത്ര ചെലവായിട്ടുണ്ട്? അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ആണ്. എത്രയുണ്ടെന്ന് നോക്കി. 525, 42, 2520, 437, 6089. ബാലൻസ് എത്ര രൂപയുണ്ട്? 411. 411 രൂപയാണ് ബാലൻസ് ഉള്ളത്. 411 രൂപയാണ് ബാലൻസ് ഉള്ളത്. ഇറ്റ് ഈസ് കോൾഡ് ക്ലോസിംഗ് ബാലൻസ്. അതിനാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അതിനാണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ആർ യു ഓക്കെ? നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. എല്ലാവരും ചെയ്തോ? എല്ലാവരും ചെയ്തോ? ഫാത്തിമയൊക്കെ ചെയ്തോ? നീന ചെയ്തു. ജോയിൽ ഓക്കെ ആണോ? ജോലി ചെയ്തോ? അനിറ്റ ചെയ്തു. അസ്ല വന്നോളൂ. ജോലി ചെയ്തു. ലക്ഷ്മി ചെയ്തു. ഇനി ബാക്കി ഫാത്തിമ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഓക്കെ. ഇനി സെയിൽസ് ബുക്ക്. നമ്മൾ സബ്സിഡിയറി ബുക്സിനെ അല്ലെങ്കിൽ ബുക്സ് ഓഫ് എൻട്രീസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്യാഷ് ബുക്ക് പറഞ്ഞു, ക്യാഷ് ബുക്ക് പറഞ്ഞു, പെറ്റി ക്യാഷ് ബുക്ക് പറഞ്ഞു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സെയിൽസ് ബുക്ക് ആണ്. സെയിൽസ് ബുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? രജിസ്റ്റർ സ്പെഷ്യലി കെപ്റ്റ് ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ ക്രെഡിറ്റ് സെയിലിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബുക്കിനാണ് എന്തെന്ന് പറയുന്നത്? സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്. സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത് സബ്സിഡിയറി ബുക്കും സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജറുമാണ്. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ലെഡ്ജർ ആണ്. സെയിൽസ് ബുക്ക് ഈസ് ഓൾവേസ് ഡിഫറെന്റ് ഫ്രം സെയിൽസ് അക്കൗണ്ട്. ആർ യു ഓക്കെ? ഓക്കെ ആണോ? അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ സയൻസിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടിന്റെയും വ്യത്യാസം പ്രകടമൊന്നും അല്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ക്യാഷ് സെയിൽസ് ആർ റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് സെയിൽസ് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഒരു പാർട്ട് ക്യാഷ് ബുക്കിലാണ്, ഒരെണ്ണം സെയിൽസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. എങ്ങനെയാണ് നമ്മൾ സെയിൽസ് ബുക്ക് വരയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സെയിൽസ് ബുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇറ്റ് ഈസ് എ സബ്സിഡിയറി ബുക്ക്. അത് ലെഡ്ജറിന്റെ പാർട്ടിൽ അല്ലെങ്കിൽ ലെഡ്ജറിന്റെ ഫോമിലൊന്നും അല്ല. ലെഡ്ജറിന്റെ ഫോമിലുള്ള സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് മാത്രമാണ് കേട്ടോ. ക്യാഷ് ബുക്ക് മാത്രമാണ്. സോ ഇലസ്ട്രേഷൻ 5 നമുക്ക് നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് നിങ്ങൾ നോക്കിയാൽ മതി. ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് മെയ്ഡ് ടു പ്രവീൺ, പ്രണയ് ആൻഡ് പ്രശാന്ത്. പ്രവീണിന് 2000, പ്രണയ്ക്ക് 1500, പ്രശാന്തിന് 1000. ഓക്കെ. എങ്ങനെയാണ് സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഡേറ്റ് കോളം വേണം, പർട്ടിക്കുലേഴ്സ് കോളം വേണം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ആളുകളുടെ ക്രെഡിറ്റ് സെയിലിന് കൊടുത്ത ആളുകളുടെ പേര് എഴുതി. ഇൻവോയ്സ് നമ്പർ വേണം. ലെഡ്ജർ ഫോളിയോ, ലെഡ്ജറിൽ ഏത് പേജിലാണ് എന്നുള്ളത് വേണം. ഡീറ്റെയിൽസ് എന്തെങ്കിലും, റിമാർക്സ് എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. നെറ്റ് ഇൻവോയ്സ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് വേണം. പ്രവീണിന് കൊടുത്തത് 2000 രൂപയ്ക്കാണ്. പ്രണയ്ക്ക് കൊടുത്തത് 1500 ആണ്. പ്രശാന്തിന് കൊടുത്തത് 1000 ആണ്. ടോട്ടൽ എത്രയുണ്ട്? 4500 ഉണ്ട്. ഓക്കെ. റെക്കോർഡിംഗ് തരാം കേട്ടോ. റെക്കോർഡിംഗ് തരാം. ജോയില് കളിക്കാണോ? അപ്പോ ഇങ്ങനെയാണ് എന്ത് കിട്ടുന്നത് നമുക്ക് 5000 റുപ്പീസ്, 4500 എന്താണ് നമ്മളുടെ ക്രെഡിറ്റ് സെയിൽസ് ആണ് ആ ദിവസത്തെ. ഈ 4500-നെയാണ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആർ യു ഓക്കെ? ആദ്യം നമ്മൾ സബ്സിഡിയറി ബുക്കിൽ എഴുതും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അത് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ആർ യു ഓക്കെ വിത്ത് ഇറ്റ്? ഓക്കെ ആണോ? അടുത്തത് പർച്ചേസ് ബുക്ക് ആണ്. ഇതിന്റെ എല്ലാത്തിന്റെ മോഡൽ ഇനി സെയിം തന്നെയാണ് കേട്ടോ. മോഡൽ എല്ലാം സെയിം തന്നെയാണ്. പർച്ചേസ് ഡേ ബുക്ക് ആണ്.
ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് റെക്കോർഡഡ്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങിക്കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറഞ്ഞത്? എന്തെന്ന് പറയുന്നത്? പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ജേണൽ കഴിഞ്ഞാൽ ലെഡ്ജർ അല്ലേ? യെസ്, ജേണൽ കഴിഞ്ഞാൽ ലെഡ്ജർ ആണ്. പക്ഷെ വലിയ വലിയ ബിസിനസ്സുകൾ ജേണൽ മാത്രമല്ല എഴുതുന്നത്. ജേണൽ മാത്രമല്ല എഴുതുന്നത്, അതിന് കൂടെ തന്നെ അവർ എന്തുകൂടി എഴുതുന്നുണ്ട്? സബ്സിഡിയറി ബുക്ക് കൂടി എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ ജേണലിന് പകരം അവർ എഴുതുന്നത് സബ്സിഡിയറി ബുക്സ് ആണ്. ജേണലിൽ അവർ എഴുതുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾക്ക് പുറകെ ഡിസ്കസ് ചെയ്യാം. അതല്ലാത്തതെല്ലാം അവർ സബ്സിഡിയറി ബുക്സിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. സബ്സിഡിയറി ബുക്കിൽ നിന്നാണ് ലെഡ്ജറിലേക്ക് അവർ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്യാഷ് പർച്ചേസസ് ആർ റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് ആൻഡ് നോട്ട് ഇൻ പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്കിലല്ല ക്യാഷ് പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് അല്ല റെക്കോർഡ് ചെയ്യുന്നത്. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് അല്ല റെക്കോർഡ് ചെയ്യുന്നത്, ഗുഡ്സ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനങ്ങളാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അറിയോ? ഓക്കെ ആണോ? ഇനി ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ ബുക്ക്. ബിൽസ് റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ ബുക്ക് എന്താണ് നമ്മൾ ഇവിടെ എഴുതുന്നത്? ബിൽസ് റിസീവബിൾസ് റിസീവ്ഡ് റെക്കോർഡഡ് ഇൻ ബിൽസ് റിസീവബിൾ ബുക്ക്. ബിൽസ് പേയബിൾ ഇഷ്യൂഡ് റെക്കോർഡഡ് ഇൻ ബിൽസ് പേയബിൾ ബുക്ക്. ഓക്കെ ആണോ? ബിൽസ് റിസീവബിൾ, അതായത് നമുക്ക് കിട്ടാനുള്ള പൈസയ്ക്ക് പകരം ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും, എ ബി എന്ന് പറയുന്ന ആൾക്ക് സെയിൽ ചെയ്തു. എക്ക് തീരെ വിശ്വാസമില്ല ബീനെ. ബിയുടെ അടുത്ത് പറഞ്ഞു, നീ പോവാൻ വരട്ടെ, നിന്റെ ഒരു പ്രോമിസറി നോട്ട് എനിക്ക് തന്നിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിന്റെ പേരിൽ ഒരു സാധനം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ സാധനം ഞാൻ ഒപ്പിട്ടു, ഇനി നീ കൂടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയാണ് ബിയുടെ അടുത്ത്. ബി ഒപ്പിട്ട് കൊടുത്തു. അതിനാണ് ബിൽസ് റിസീവബിൾ. കിട്ടാനുള്ള പൈസക്ക് എന്ത് ബില്ലാക്കി വെക്കുക. 3 മാസത്തിനുള്ള പൈസ തരാമെന്ന് ചെക്കും പത്രവും ഒക്കെ കൊടുത്ത് എഴുതി വെക്കുക. അതിനാണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. ആ ബിൽസ് റിസീവബിൾ എഴുതുന്നത് ബിൽസ് റിസീവബിൾ ബുക്കിലും, ബിൽസ് പേയബിൾ ഇത് നേരെ തിരിച്ചാണെങ്കിൽ ബിൽസ് പേയബിൾ എഴുതുന്നത് ബിൽസ് പേയബിൾ ബുക്കിലുമാണ്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ആൻഡ് സെയിൽസ് റിട്ടേൺ ബുക്ക് എന്താണ്? പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും എൻ്റർ ചെയ്യുന്ന ബുക്ക് അതിനാണ് എന്തെന്ന് പറയുന്നത്? പർച്ചേസ് റിട്ടേൺ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ ബുക്ക്. ഇതിന്റെ എല്ലാത്തിന്റെയും ഫോർമാറ്റ് ആ സെയിൽസ് ബുക്കിന്റെ പോലെ തന്നെയാണ് കേട്ടോ. സെയിൽസ് ബുക്കിന്റെ പോലെ തന്നെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് സെയിൽസ് ഡേ ബുക്ക് എഴുതാൻ പറയുന്നത്, നിങ്ങളുടെ അടുത്ത് പർച്ചേസ് ഡേ ബുക്ക് എഴുതാൻ പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനുകളായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? അടുത്തത് ജേണൽ പ്രോപ്പർ. എന്താണ് ജേണൽ പ്രോപ്പർ? വാട്ട് ഈസ് മീൻ ബൈ ജേണൽ പ്രോപ്പർ? എന്താണ് ജേണൽ പ്രോപ്പർ? നമുക്ക് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ജേണൽ പ്രോപ്പർ? ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് നോ സ്പെഷ്യൽ ബുക്ക് മെന്റ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ, ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ. പ്രത്യേകിച്ച് ഈ പറയുന്ന ബുക്കുകളിൽ ഒന്നുമല്ലാത്ത സാധനങ്ങൾ എഴുതുന്നതാണ്. ആ നോട്ട്സ് അയച്ചു തരാം കേട്ടോ. ഈ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോ നോ സ്പെഷ്യൽ ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ, ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുക. ഈ പറയപ്പെട്ട സെയിൽസ് ബുക്കില്, പർച്ചേസ് ബുക്കില്, ക്യാഷ് ബുക്കില്, പെറ്റി ക്യാഷ് ബുക്കില്, അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേണില്, സെയിൽസ് റിട്ടേണില്, ബിൽസ് റിസീവബിളില്, ബിൽസ് പേയബിളില്, ഇതുപോലെ അല്ലാത്ത ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേണൽ പേപ്പറിലാണ്. ഓപ്പണിംഗ് എൻട്രീസ്, ക്ലോസിംഗ് എൻട്രീസ്, റെക്ടിഫിക്കേഷൻ എൻട്രീസ്, ട്രാൻസ്ഫർ എൻട്രീസ്, അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, ഡിസോണർ ഓഫ് ബിൽസ്, ഇതുപോലെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ ഐറ്റംസും എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതർ മിസ്ലേനിയസ് എൻട്രീസ് സച്ച് ആസ് ക്രെഡിറ്റ് പർച്ചേസ് അതർ ദാൻ ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് അല്ലാത്ത, നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയതല്ലാത്ത സാധനങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ്. അലവൻസസ് ടു കസ്റ്റമർ, ഡിസ്കൗണ്ട് കൊടുക്കുന്നതും ഡിസ്കൗണ്ട് കിട്ടുന്നതും നമ്മൾ എഴുതുന്നത് എവിടെയാണ്? ജേണൽ പ്രോപ്പറിലാണ്. ബാഡ് ഡെറ്റ് ജേണൽ പ്രോപ്പറിലാണ് എഴുതുന്നത്. എഫക്ട് ഓഫ് ആക്സിഡന്റ് സച്ച് ആസ് ലോസ് ഓഫ് പ്രോപ്പർട്ടി, ലോസും ഗെയിനും ഒക്കെ നമ്മൾ എവിടെ എഴുതുന്നത്? ജേണൽ പ്രോപ്പറിൽ എഴുതുന്നത്. ഓക്കെ അല്ലേ? സം എൻറ്റിറ്റീസ് ഓൺലി മെയിൻറ്റെയിൻ ജേണൽ ആസ് ബുക്സ് ഓഫ് എൻട്രി. ചില ആളുകൾ എന്ത് മാത്രമേ ബുക്സ് ഓഫ് എൻട്രി ആയിട്ട് എഴുതുന്നുള്ളൂ? ജേണലിന് മാത്രമേ ബുക്ക് ഓഫ് എൻട്രി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ.
ആ എൻറ്റിറ്റീസ് വളരെ സ്മോൾ എൻറ്റിറ്റീസ് ആയിരിക്കും, വളരെ സ്മോൾ എൻറ്റിറ്റീസ് ആയിരിക്കും, സ്മോൾ എൻറ്റിറ്റീസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സ്മോൾ എൻറ്റിറ്റീസിന് ഒരുപാട് സമയം എടുക്കാനൊന്നും പറ്റില്ല. അവരെന്ത് ചെയ്യുവാണ്? അവരുടെ കാര്യങ്ങൾ മാത്രം, അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അറിയോ? ഓക്കെ? ഓക്കെ ആണോ? ഓക്കെ. ആ, ഇനി അടുത്തത് നമ്മളുടെ സബ്സിഡിയറി ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്മൾ പറയാൻ പോകുന്നത് ലെഡ്ജറിനെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞു റെക്കോർഡ് ചെയ്യണം. നമ്മൾ എന്താ പറഞ്ഞത്? വി ഹാവ് ടോൾഡ് ദ ഡെഫിനിഷൻ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞ കേസ് ഒന്ന് റെക്കോർഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ സബ്സിഡിയറി ബുക്കിലും ജേണലിലും ബാക്കിയുള്ള സബ്സിഡിയറി ബുക്സിലും അതർ സബ്സിഡിയറി ബുക്സിലുമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. മൊത്തം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞല്ലേ? പഠിച്ചില്ലേ? റെക്കോർഡ് ചെയ്തത് പഠിച്ചില്ലേ? പഠിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ലെഡ്ജറിൽ എന്ത് ചെയ്യാൻ പോവാണ്? പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓൾ അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ഇൻ എ സെപ്പറേറ്റ് രജിസ്റ്റർ നോൺ ആസ് ലെഡ്ജറിൽ നമ്മളുടെ കയ്യിലുള്ള എല്ലാ അക്കൗണ്ട്സും കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മളുടെ കയ്യിലുള്ള എല്ലാ അക്കൗണ്ട്സും കൊണ്ടുവന്ന് ലെഡ്ജറിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ. അതായത് നമ്മൾക്ക് സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, സ്റ്റേഷനറി അക്കൗണ്ട് ഉണ്ട്, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് അല്ലേ? നമുക്കറിയാം ജേണലിൽ ഇവയെല്ലാം കിടക്കുമ്പോൾ അവിയൽ പരുവത്തിനാ കിടക്കുന്നത് അല്ലെ? അവിയൽ പരുവത്തിനാ കിടക്കുന്നത്. സപ്പോസ് ആരെങ്കിലും ഒരാൾ, ഇവിടെയുള്ള അനീറ്റ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. അനീറ്റ ആദ്യം ഓണർ കൊണ്ടുവന്ന ക്യാഷിന് എഴുതി, ക്യാഷ് ക്യാപിറ്റലിന് എഴുതി. രണ്ടാമത് ഓണർ കൊണ്ടുവന്ന ക്യാഷിൽ നിന്ന് ഒരു ഫാൻ മേടിച്ചത് എഴുതി. മൂന്നാമത് സ്റ്റേഷനറി വാങ്ങിയത് എഴുതി. നാലാമത് ഇവിടെ നിന്ന് ആരാണ്ട് കട്ടുകൊണ്ടുപോയി, ലോസ് ബൈ തെഫ്റ്റ്, ഒരു 500 രൂപ കട്ടുകൊണ്ടുപോയി, അത് എഴുതി. അപ്പോ നാല് സ്വഭാവത്തിലാണ് കിടക്കുന്നത് അല്ലെ? ജേണലിൽ നാല് സ്വഭാവത്തിലാണ് ഈ 4 പേരും ഒരുമിച്ചാ കിടക്കുന്നത് അല്ലെ? 4 പേരും ഒരുമിച്ചാ കിടക്കുന്നത്. അപ്പൊ ഈ 4 പേരെയും നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. ഈ 4 പേരെയും നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പൊ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയുന്നത്. അതിന് ഓരോരുത്തർക്കും, ഓരോ സ്വഭാവമുള്ളവർക്കും ഓരോ അക്കൗണ്ടുകൾ വേണം, ഓരോ പേജുകൾ വേണം. അങ്ങനെ ആ പേജിലേക്ക് നമ്മൾ ഇവരെ എല്ലാവരെയും പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ബാങ്ക് അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഇറ്റ്സെൽഫ് എ ലെഡ്ജർ ആൻഡ് നോ നീഡ് ടു ബി പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി. അവരെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴേ പറയുന്നതാണ്, അവര് 2 സ്വഭാവമുള്ളവരാണ്. ഒന്ന്, അവര് സബ്സിഡിയറി ബുക്കിന്റെ സ്വഭാവമുള്ളവരാണ്. 2, അവർ തന്നെ ലെഡ്ജറുമാണ്. അപ്പൊ അവരെ ഇനി പ്രത്യേകിച്ച് വേറെ അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കേണ്ട, അത് തന്നെ മതി. ഓക്കെ അല്ലേ? വൃത്തികെട്ട സ്വഭാവക്കാർ. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഓൾ അതർ ബുക്സ് ഓഫ് എൻട്രീസ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ലെഡ്ജർ. ഈ പറയപ്പെടുന്ന എല്ലാ ബുക്സ് ഓഫ് എൻട്രീസും, സബ്സിഡിയറി ബുക്സും, അതായത് സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, പറയപ്പെടുന്ന എല്ലാം എക്സെപ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്ക് അല്ലാത്ത ബാക്കി എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ലെഡ്ജറിലേക്ക് ഒരു ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് പോസ്റ്റ് ചെയ്യണം. റൈറ്റിംഗ് ദ എമൗണ്ട് ഫ്രം ബുക്സ് ഓഫ് എൻട്രി ടു ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ഓക്കെ. ബുക്ക് ഓഫ് എൻട്രിയിൽ നിന്ന് ലെഡ്ജറിലേക്ക്, അതായത് സബ്സിഡിയറി ബുക്കുകളിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന്, ലെഡ്ജറിലേക്ക് എടുത്തെഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അറിയോ? ഓക്കെ ആണോ? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? സ്റ്റേഷനറി അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, എക്സെട്ര. ഓക്കെ. ഫോർമാറ്റ് ഓഫ് ലെഡ്ജർ, വാട്ട് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ലെഡ്ജർ? ലെഡ്ജറിന്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്? ആദ്യം ലെഡ്ജറിന് എത്ര സൈഡ് ഉണ്ട്? നമ്മുടെ ജേണലിന് എത്ര സൈഡ് ഉണ്ട്? ഡെബിറ്റും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട് അല്ലെ? ജേണലിന് എത്ര സൈഡ് ഉണ്ട്? ഡെബിറ്റും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട് അല്ലെ? അപ്പോ ലെഡ്ജറിനും എന്തുണ്ടാവണം? ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവണം. ഡെബിറ്റ് സൈഡിൽ ആരൊക്കെ വേണം? ഡേറ്റ് വേണം. ആര് വേണം? ആദ്യം ഡേറ്റ് വേണം. എന്നാ വന്നേന്ന് അറിയണം. പർട്ടിക്കുലേഴ്സ്, എന്ത് സ്വഭാവക്കാരനാണെന്ന് അറിയണം. ഫോളിയോ
എന്താണ് ജേണൽ ഫോളിയോ? ജേണലിൽ എത്രാമത്തെ പേജിലാണെന്ന് വേണം. ജേണലിൽ എത്രാമത്തെ പേജിലാണെന്ന് വേണം. വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല, റെലവെന്റ് ഒന്നല്ല ഫോളിയോ കേട്ടോ. എമൗണ്ട് എത്ര രൂപയാണ് എന്നറിയണം. അടുത്തത് ഡേറ്റ്, ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് വേണം. എന്നാ വന്നേ എന്നാ പോയെന്നറിയണം. പർട്ടിക്കുലേഴ്സ് എന്ത് സ്വഭാവമുള്ളവരാണെന്നറിയണം. ലെഡ്ജർ, ജേണൽ ഫോളിയോ, ജേണലിൽ എത്രാമത്തെ പേജിലാണെന്നറിയാം. എമൗണ്ട് എത്ര രൂപയുടെ പ്രശ്നമാണ് നടന്നതെന്ന് അറിയണം. ഓക്കെ ഓക്കെ. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഡെബിറ്റിലും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് വേണം, ക്രെഡിറ്റിലും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് വേണം. അറിയോ? ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ലെഡ്ജർ, ലെഡ്ജറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തത് ട്രയൽ ബാലൻസ്. ഇതൊന്ന് നമ്മൾ ഓടിച്ച് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. പ്രോബ്ലം ചെയ്യാം. നമ്മൾ ഒരു പ്രോബ്ലം എങ്കിലും ചെയ്തു പോകണം. ഇത് നമുക്ക് വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സംഭവം സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇന്ന് മാത്രമല്ല നാളെയും നാളെ കഴിഞ്ഞും ഒക്കെ കൂടി ആവശ്യമുള്ള സാധനങ്ങൾ. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ട്രയൽ ബാലൻസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? ആദ്യം റെക്കോർഡ് ചെയ്തു. രണ്ടാമത് ക്ലാസിഫൈ ചെയ്തു. റെക്കോർഡ് ചെയ്തത് എന്താണ്? ജേണലും സബ്സിഡിയറി ബുക്സും വെച്ച് ക്ലാസിഫൈ ചെയ്തത് ലെഡ്ജർ വെച്ച്. അടുത്തത് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ സമ്മറൈസ് ചെയ്യാൻ തുടങ്ങുവാണ്. സോ ഈ പറയപ്പെട്ട കാര്യങ്ങളെയെല്ലാം നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യണം. എന്നാലേ ഇതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻസ് എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ പറയപ്പെടുന്ന എല്ലാ അക്കൗണ്ടുകളെയും നമ്മൾ ക്ലോസ് ചെയ്യണം. അങ്ങനെ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തറിയാൻ പറ്റുള്ളൂ? ഈ അക്കൗണ്ടുകളെല്ലാം ശരിയാണോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, നമുക്കിത് ടാലി ആവുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കണം ട്രയൽ ബാലൻസ് എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ പറയാൻ പോണ വാട്ട് ഈസ് മീൻ ബൈ ട്രയൽ ബാലൻസ്? ഓൾ അക്കൗണ്ട്സ് ഹാവിംഗ് ബാലൻസസ് ഈസ് ടു ബി ബാലൻസ്ഡ്. എല്ലാ അക്കൗണ്ടുകളെയും നമ്മൾ ബാലൻസ് ചെയ്യണം. അതിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കണം. എല്ലാ അക്കൗണ്ടുകളെയും ബാലൻസ് ചെയ്യണം. ആൻഡ് ലിസ്റ്റഡ് ഓൺ എ സ്റ്റേറ്റ്മെന്റ് കോൾഡ് ട്രയൽ ബാലൻസ്. അതിനെ ഒരു സ്റ്റേറ്റ്മെന്റിൽ, ഒരു പേജിൽ ഡെബിറ്റും ക്രെഡിറ്റും ആക്കിയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പോവാണ്? അതിനെ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? അതിനെ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി ട്രയൽ ബാലൻസ് ഈസ് ദ ഗേറ്റ് വേ ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തുടങ്ങുന്നത് തന്നെ എവിടെ നിന്നാ? ട്രയൽ ബാലൻസിൽ നിന്നാണ്. ഓക്കെ. പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തുടങ്ങുന്നത് തന്നെ ട്രയൽ ബാലൻസിൽ നിന്നാണ്. ട്രയൽ ബാലൻസ് വരച്ചതിന് ശേഷമാണ് നമ്മൾ അവിടേക്കുള്ള പണികൾ ആരംഭിക്കുന്നത്. ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് will always be equal in trial balance. ട്രയൽ ബാലൻസിൽ ടോട്ടൽ ഓഫ് ദ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയോ? ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് അറിയാവോ? ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് അറിയാം. ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു സീരിയൽ നമ്പർ ഇടാം. പർട്ടിക്കുലേഴ്സ് ഇടാം. ഡെബിറ്റ് ക്രെഡിറ്റ്. ഓക്കെ. ഒന്നാമത്തത് നമ്മൾ എഴുതുവാണ് സെയിൽസിന് എന്ത് ബാലൻസ് ആയിരിക്കും? എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. രണ്ട് പർച്ചേസിന് എന്ത് ബാലൻസ് ആയിരിക്കും? എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. 3 സ്റ്റേഷനറി എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, എക്സ്പെൻസ് ആണ് അല്ലെ? 4 ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നോർമലി പൈസ ഇവിടെ കിടക്കുമായിരിക്കും. ഓണറുടെ പൈസ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ഓക്കെ. അഞ്ചാമത്തത് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? അസറ്റ് ആയിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ നോർമലി, ഇനി ശ്രദ്ധിച്ചോളാം, ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ എവിടെ വരുള്ളൂ? ട്രയൽ ബാലൻസിൽ വരുള്ളൂ. ഓക്കെ ആണോ? പറഞ്ഞത് വ്യക്തമാണോ? നോർമലി ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ ട്രയൽ ബാലൻസിൽ വരാറുള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്ക് വരില്ല. അറിയോ? ഓക്കെ. പറഞ്ഞത് ഓക്കെ ആണോ? നോർമലി ട്രയൽ ബാലൻസിൽ എന്ത് മാത്രമേ വരുള്ളൂ?
ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ വരുള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് മാത്രമേ വരുള്ളൂ. ഇനി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞ്? നിങ്ങൾ അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് കേട്ടിട്ടുണ്ടോ? അഡ്ജസ്റ്റഡ് പർച്ചേസ്. യെസ്, വാട്ട് ഈസ് മീൻ ബൈ അഡ്ജസ്റ്റഡ് പർച്ചേസ്? എന്താണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് പറയുന്നതായിരിക്കട്ടെ, വോയിസ് ഓൺ ആക്കി. എന്താണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹലോ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അല്ലെ അഡ്ജസ്റ്റഡ് പർച്ചേസ്. അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോ അഡ്ജസ്റ്റഡ് പർച്ചേസ് നമ്മളുടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ there will be ട്രയൽ ബാലൻസിൽ എന്തുണ്ടാവും? ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, നോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല. ആർ യു ഓക്കെ വിത്ത് ഇറ്റ്? അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണ് നമ്മളുടെ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത് എങ്കിൽ ട്രയൽ ബാലൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഉണ്ടാവുക. ആർ യു ഓക്കെ? ഓക്കെ ആണോ? ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? നമ്മൾ പറഞ്ഞു what all are the financial statements. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ? അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്താണ്? അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് വരച്ചു. ഇനി അതിനുശേഷം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഉണ്ടാവും. അതായത് സാലറി കൊടുക്കാനുള്ളത് എഴുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അക്രൂഡ് ഇൻകം എഴുതാനുള്ളത് എഴുതിയിട്ടുണ്ടാവില്ല. ഇതൊന്നും നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ലാത്ത സാധനങ്ങളെ എഴുതിയതിനു ശേഷം അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വന്നതിന് ശേഷം നമ്മൾ ഡ്രാഫ്റ്റ് അപ്പ് ചെയ്യുന്ന ട്രയൽ ബാലൻസിനാണ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദ മെയിൻ 2 components ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ഒന്നാമത്തത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഷോസ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് ബിസിനസിന്റെ ഓപ്പറേഷനിലെ റിസൾട്ടുകളെ നമ്മൾ എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ്, ഒരു വർഷത്തെ അല്ലെങ്കിൽ 3 മാസത്തെ. അപ്പോ എന്താ നമുക്ക് ബിസിനസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഓക്കെ, ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റിന് വേണ്ടിയാണ് അല്ലെ? ഇനി പ്രോഫിറ്റ് ഇല്ല എങ്കിൽ there will be a loss. ലോസിന് വേണ്ടി ആരും ബിസിനസ് ചെയ്യാറില്ല. ബട്ട് ദ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇനി അപ്പോ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഷോസ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ഓഫ് ബിസിനസ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ്. ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടി അതിന്റെ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റിനാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തത് ബാലൻസ് ഷീറ്റ്. ദ സെക്കൻഡ് കമ്പോണന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഒരു വർഷാവസാനം എന്തൊക്കെ ഒരു കമ്പനിക്ക് ബാലൻസ് ഉണ്ട്, എന്തൊക്കെ കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനി നല്ല രീതിയിലാണോ മൂവ് ചെയ്യുന്നത്? കമ്പനിക്ക് ലിക്വിഡ് അസറ്റ്സ് ഉണ്ടോ? കമ്പനിക്ക് ഫിക്സ്ഡ് അസറ്റ്സ് നല്ലവണ്ണം ഉണ്ടോ? അസറ്റ്സ് കമ്പനിക്ക് ഉണ്ടോ? ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടോ? എത്ര ലയബിലിറ്റി കമ്പനിക്ക് ഉണ്ട്? ഇതെല്ലാം പറയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ആൻ എൻറ്റിറ്റി ഓൺസ്. ഒരു കമ്പനിക്ക് സ്വന്തമായിട്ട് എന്തെല്ലാം ഉണ്ട്? ഇൻവെസ്റ്റ്മെന്റ് പോലെ, അസറ്റ് പോലെ, ലീസ് പോലെ എന്തെല്ലാം ആ കമ്പനിക്ക് ബാലൻസ് ഉണ്ടോ? വാട്ട് ആൻ എൻറ്റിറ്റി ഓൺസ്, എന്തെല്ലാം സ്വന്തമായിട്ടുണ്ടോ? ആൻഡ് വാട്ട് ആൻ എൻറ്റിറ്റി ഓവ്സ്, ആ കമ്പനിക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ടോ? അസറ്റും ലയബിലിറ്റിയും. ഓക്കെ,
നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരയ്ക്കുന്നത് തന്നെ എവിടെ നിന്നാണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്. അക്കൗണ്ടിങ് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്. അറിയോ? ഓക്കെ ആണോ നിങ്ങൾ? ഓക്കെ ആണ്. ഓക്കെ. അപ്പോ നമുക്ക് ഇത്രയുമുള്ള കംപ്ലീറ്റ് ഈ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കാര്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോ തുടങ്ങാം. ഞാൻ എൻ്റെ പഴയ ക്ലാസ്സിന്റെ ന്യൂസ് ക്ലാസ്സിന്റെ ഒന്ന് മാച്ച് കളഞ്ഞിട്ട് കേട്ടോ. സോ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? യെസ്. അത് നമുക്ക് തുടങ്ങാം. ആൻസർ മാത്രം എഴുതിയാൽ മതി. ആദ്യം നമുക്ക് നോക്കാം ആദ്യം എന്താ വരയ്ക്കേണ്ടത്, എന്തൊക്കെ എഴുതണം എന്ന് അറിയണമല്ലോ അല്ലെ. റൈറ്റ് ജേണൽ എൻട്രീസ്, പ്രിപ്പയർ കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ട്രയൽ ബാലൻസ്. ഓക്കെ, ജേണൽ എൻട്രി എഴുതണം. ഇവിടെ തൽക്കാലം നിങ്ങൾ സബ്സിഡറി ബുക്ക് ഒന്നും എഴുതണ്ട, ജേണൽ എൻട്രി എഴുതണം. കംപ്ലീറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, എല്ലാ ലെഡ്ജറുകളും എഴുതണം. ട്രയൽ ബാലൻസും എഴുതണം. എഴുതാമോ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യട്ടെ? അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇത് നല്ല സമയം എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ സമയം എടുത്ത് ചെയ്യുമ്പോൾ എന്ത് സംശയം എവിടെ വന്നു കഴിഞ്ഞാലും മൈന്യൂട്ട് ഡൗട്ട്സിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. എന്ത് മൈന്യൂട്ട് ഡൗട്ട്സ് വന്നു കഴിഞ്ഞാലും ഇവിടെ ക്ലിയർ ആയിരിക്കും. ഇനി നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കാണ് എന്താണ് ജേണൽ, എങ്ങനെയാണ് ജേണൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ജേണൽ ആപ്ലിക്കബിലിറ്റി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോ വി ആർ മൂവിങ്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടാം. ഒരു അരമണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പോ അരമണിക്കൂറിൽ ആ സെഷൻ തീരുമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ 6 പേരും മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ ഞാനും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓൺലൈനായിട്ട് വെയിറ്റ് ചെയ്യായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോ ഇനി ഒരു കാര്യം നിങ്ങൾ